ആദ്യമായി നമുക്ക് യുക്രൈൻ യുദ്ധത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്തുകയാണ്. ആഗസ്റ്റ് 15-ന് അലാസ്കയിലാണ് ഈ നിർണായക കൂടിക്കാഴ്ച നടക്കുക. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, നിർണായകമായൊരു കൂടിക്കാഴ്ച, ഇതിൽ എന്തെല്ലാം ചർച്ചയാകും എന്ന് കരുതണം? അനുശ്രീ, 2019 ശേഷം രണ്ട് രാഷ്ട്രത്തലവന്മാർ മുഖാമുഖം കാണുകയാണ്. അമേരിക്കയും റഷ്യയുടെയും രാഷ്ട്രത്തലവന്മാരാണ് മുഖാമുഖം കാണുന്നത്. അലാസ്കയിൽ ഓഗസ്റ്റ് 15-നാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഈ യുക്രൈൻ യുദ്ധത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ യൂറോപ്യൻ യൂണിയനെ കൂടി ഉൾപ്പെടുത്തണം എന്ന് യുക്രൈനിന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ട്രൂത്ത് സോഷ്യലിലൂടെയാണ്. ഈ വിവരത്തെ ക്രെംലിൻ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 2019 ശേഷം രണ്ട് രാഷ്ട്രത്തലവന്മാർ തമ്മിൽ കാണുകയാണ്. ഇതിൽ പ്രധാനമായി വരുന്നത് യുക്രൈൻ റഷ്യ സമാധാന ഉച്ചകോടി, സമാധാന കരാറായിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ക്രിമിയ എന്നൊരു പ്രവിശ്യ യുക്രൈൻ ഉണ്ടായിരുന്നു. ആ പ്രവിശ്യ നേരത്തെ 2013-ൽ റഷ്യ കൈയടക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു കരാർ ഉണ്ടാക്കാനുള്ളൊരു തീരുമാനവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. ഏതായാലും ട്രംപും പുടിനും കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. രണ്ട് വലിയ ശക്തികൾ തമ്മിൽ നേരിട്ട് ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയുമായി ചില അസ്വാരസ്യങ്ങൾ, വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ ഇന്ത്യ തുടരുന്ന സാഹചര്യത്തിലാണ് റഷ്യയുമായി ഒരു ചർച്ചയ്ക്ക് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം നിർത്തണം എന്നൊരു ആവശ്യമാണ് ഇന്ത്യക്ക് മുന്നിൽ ട്രംപ് വെച്ചിരുന്നത്. എന്നാൽ ആ ആവശ്യം നിരാകരിക്കുകയാണ് ഇന്ത്യ ചെയ്യുകയും ഒപ്പം റഷ്യയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയുമാണ് ഇന്ത്യ ചെയ്തിരുന്നത്. പുടിൻ ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് ഇപ്പോൾ ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്നതും ഏറെ നിർണായകമാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സെലൻസ്കിയുടെ വാദങ്ങളെ പൂർണ്ണമായി അമേരിക്ക നിരാകരിച്ചു എന്നതാണ്. യുക്രൈൻ വെടിനിർത്തലിന് സമ്മതിക്കാനുള്ള പുടിന്റെ സമരപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ഒരു വെടിനിർത്തലിന് റഷ്യ തയ്യാറാകണം എന്ന് ട്രംപാണ് ആവശ്യപ്പെട്ടത്. ട്രംപ് അധികാരത്തിൽ എത്തിയതിനു ശേഷം റഷ്യയുമായി നേരിട്ടുള്ള ഫോൺ വിളികൾ ഉണ്ടായിരുന്നു. നിരവധി തവണ US പ്രതിനിധികൾ റഷ്യ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള കളം ഒരുങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2019 ശേഷമുള്ള ആദ്യ മുഖാമുഖ കൂടിക്കാഴ്ചയാണ് ഇത്. യുക്രൈൻ വെടിനിർത്തലിന് സമ്മതിക്കാൻ വേണ്ടി ഒരു സമയപരിധിയും ട്രംപ് നിശ്ചയിച്ചിരുന്നു. ആ സമയപരിധി ഓഗസ്റ്റ് 8-ന് അവസാനിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പ്രത്യേകിച്ച് പ്രസ്താവനകളോ പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ വന്നില്ല. ഏതായാലും ഈ യുക്രൈൻ യുദ്ധത്തിൽ നിർണായകമായൊരു മുന്നേറ്റം കൈവരിക്കാൻ റഷ്യക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ 20% പ്രദേശം, യുക്രൈൻ്റെ പ്രദേശം റഷ്യ കൈയടക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഒരു സമാധാന ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അമേരിക്കയിലെ അലാസ്കയിലാണ് കൂടിക്കാഴ്ച എന്നത് ഏറെ നിർണായകം കൂടിയാണ്. ഒപ്പം തന്നെ ഈ റഷ്യയിലേക്ക് ട്രംപിനെ ക്ഷണിച്ചുകൊണ്ട് റഷ്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത ഉച്ചകോടി മോസ്കോയിൽ നടത്തണം എന്നൊരു ആവശ്യമാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഇതിനോട് വൈറ്റ് ഹൗസ് പ്രതികരിച്ചിട്ടില്ല. അടുത്ത കൂടിക്കാഴ്ച മോസ്കോയിൽ നടത്തണം എന്നതിനോട് പ്രതികരിച്ചിട്ടില്ല. ഏതായാലും ഒബാമയാണ് അവസാനമായി റഷ്യ സന്ദർശിച്ച US പ്രസിഡന്റ്. 2013-ലായിരുന്നു. തുടർന്ന് ക്രിമിയയിലെ അധിനിവേശത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയും ചെയ്തു. ഏതായാലും രണ്ട് രാഷ്ട്രത്തലവന്മാർ, രണ്ട് ലോകശക്തികൾ പരസ്പരം സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി ഇവിടെ എടുത്തു പറയേണ്ടത്. അനുശ്രീ, സുവി, അതുപോലെ തന്നെ ഈ US ഇരട്ടത്തീരുവ ചുമത്തിയതുമായുള്ള പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച ഇരുവരും കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നത്. അത് എത്രത്തോളം അവരുടെ നയതന്ത്ര ബന്ധത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കരുതാം?
അനുശ്രീ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുമായും ഉള്ള ട്രംപ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഇറക്കുമതി തീരുവയിൽ സംബന്ധിച്ച് ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പുടിനെ കാണാൻ ട്രംപ് സമ്മതം അറിയിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ട്രംപ് വ്യാപാര കരാറിൽ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ ബലികഴിക്കാൻ സാധിക്കില്ല എന്ന് മോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കർഷകരുടെ താൽപ്പര്യങ്ങൾ പൂർണ്ണമായും പരിഗണിക്കും എന്നായിരുന്നു മോദി പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ റഷ്യയുമായുള്ള ബന്ധത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്നൊരു സന്ദേശവും അമേരിക്കയ്ക്ക് ഇന്ത്യ കൈമാറുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഒപ്പം പുടിനുമായി ഇന്ത്യ കൂടിക്കാഴ്ച നടത്താൻ ഇരിക്കുകയാണ്. ആ കൂടിക്കാഴ്ച അടുത്ത് തന്നെ നടക്കുകയും ചെയ്യും. അതിനിടയിലാണ് ഇപ്പോൾ ട്രംപ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിന് ഏറെ ആശങ്കയോട് കൂടി തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത് എന്ന് വേണം നമുക്ക് നോക്കിക്കാണാൻ. ഇന്ത്യയും ഈ ചർച്ചയിൽ, ട്രംപും പുടിനും തമ്മിലുള്ള ചർച്ചയിൽ ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയുമായുള്ള വ്യാപാര കരാറുകളോ ഒന്നും തന്നെ ചർച്ചയ്ക്ക് വരുന്നില്ല. പക്ഷേ ഇന്ത്യ ഇതിനെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. അനുശ്രീ. ശരി, യുക്രൈൻ യുദ്ധത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണ്. ആഗസ്റ്റ് 15-നായിരിക്കും ഈ കൂടിക്കാഴ്ച. അലാസ്കയിലായിരിക്കും കൂടിക്കാഴ്ച നടത്തുക. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്.